ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിത്. ഉടൻ വിളിക്കൂ 9001 എന്തുപറ്റിയമ്മേ? എന്ത് പറ്റാനാ? നിന്റെ അച്ഛനിപ്പോ ഹോസ്പിറ്റലിലാ, കരുണയുടെ അച്ഛനും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് തെളിച്ച് പറയാമേ. ഒന്നും പറയാനില്ല. കരുണയുടെ അച്ഛനും നിന്റെ അച്ഛനും കൂടെ ആണല്ലോ നിന്റെ അറിവോടെ ഏതൊക്കെയോ ഗുണ്ടകൾക്ക് കൊട്ടേഷൻ കൊടുത്തത്. അതിനു മുമ്പ് തന്നെ കണ്ണനും ആ അനന്തവും കൂടെ ഗുണ്ടകൾക്ക് കൊട്ടേഷൻ കൊടുത്തെന്നാ ഇപ്പൊ നിന്റെ അച്ഛനും കരുണയുടെ അച്ഛനും ഒക്കെ പറയുന്നത്. അവരെ തല്ലാനായിട്ട്. എന്തിനു പറയുന്നു? ഗുണ്ടകളുടെ തല്ലുകൊണ്ട് രണ്ടാളും ഇപ്പോ ദേഹം ചതഞ്ഞാ ഹോസ്പിറ്റലിൽ കിടക്കുന്നത്. നിന്റെ അച്ഛനെ അങ്ങനെ വലിയ പരിക്കൊന്നുമില്ല. പക്ഷെ കരുണയുടെ അച്ഛന്റെ കൈയും കാലും നടുവും ഒക്കെ ചതച്ചു കളഞ്ഞു. നമ്മൾ യാത്ര പോയത് നന്നായി, അല്ലെങ്കിൽ ആ വിധി നമുക്കുണ്ടായേനെ. എന്നിട്ട് ആ കണ്ണനൊന്നും സംഭവിച്ചില്ല അല്ലേ? ഒന്നും സംഭവിച്ചില്ലെന്ന് മാത്രമല്ല, അവനും അവന്റെ ഭാര്യയും ഒക്കെ അതൊക്കെ അറിഞ്ഞിട്ട് സന്തോഷത്തിലാ. തല്ല് കൊള്ളാനായിട്ട് എന്തിനാ ഓരോരുത്തർക്ക് കൊട്ടേഷൻ കൊടുക്കുന്നേ? എന്നിട്ടോ കൊടുത്തവനെ ഒട്ട് ചെയ്തിട്ടുമില്ല. എന്റെ അച്ഛന്റെയും പ്രതാപനങ്ങളുടെ ദേഹത്ത് കൈവച്ച ഗുണ്ടകളാരാണെന്നാ ഞാൻ ആലോചിക്കുന്ന. അതാരായാലും ശരി, പേഷായിട്ട് കൊടുത്തിട്ടുണ്ട്. പ്രതാപനെ വീട്ടിലിട്ടാ തല്ലിയത്. നിന്റെ അച്ഛനെ ഇവിടുന്ന് ഫോണിൽ വിളിച്ചിട്ടാ കൊണ്ടുപോയി തല്ലിയത്. അവിടെ ചെന്നപ്പോ തല്ലിയിട്ട് നിന്റെ അച്ഛനോട് തന്നെയാ പറഞ്ഞത് പ്രതാപനെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ. ഇത് വല്ലാത്തൊരു സംഭവമായി പോയല്ലോ അമ്മേ. എടാ മേഘ, വെറുതെ തടി കേടാവണ്ടെങ്കിലേ ഇതിനൊന്നും നിൽക്കാതിരിക്കുന്നതാ നല്ലത്. എന്തായാലും ഇനി സ്വത്തും പണമൊന്നും കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ടേ നീ എന്തെങ്കിലും തൊഴിൽ തേടി പോകാൻ നോക്ക്. എവളെ കല്യാണം കഴിച്ചാ അടിച്ചു വാരാന്ന് പറഞ്ഞാണല്ലോ മുറപ്പെണ്ണെ തന്നെ നീ കെട്ടിയത്. കണ്ണനെ സോപ്പിട്ട് നിന്നിരുന്നെങ്കിലേ നിനക്കുള്ളത് അവൻ എന്തെങ്കിലുമൊക്കെ തന്നേനെ. ആ സമയത്ത് ഉടക്കി കളഞ്ഞു. ഉടക്കിയത് ഞാനല്ലല്ലോ. മേഘേട്ടനെ കല്യാണം കഴിക്കുകയാണെങ്കിൽ ഒന്നും തരില്ലെന്നല്ല കണ്ണേട്ടൻ പറഞ്ഞത്. അവൻ അങ്ങനെ പറഞ്ഞെങ്കിലും എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചെടുക്കായിരുന്നു. ഇതിപ്പോ ഇവിടെ ഒരു കൊച്ചുണ്ട്, അതിനെ ഇനി എങ്ങനെ കെട്ടിച്ചു വിടുമെന്നാ ഞാൻ ആലോചിക്കുന്നത്. ഞാൻ ശ്രീധനം കൊണ്ടുവന്നിട്ടാണോ അപ്പൊ സ്വാതി കെട്ടിച്ചു വിടാനിരുന്നേ? അവക്ക് നല്ലൊരു ബന്ധം വരുവാണെങ്കിൽ ഇവനും ഇവന്റെ അച്ഛനും കൂടി ഉണ്ടാക്കിയ മുതല് മാത്രം പോരാ കെട്ടിച്ചു വിടാൻ. ചിലപ്പോ അതിന് മുകളിൽ കുറച്ചുകൂടെയൊക്കെ കൊടുക്കേണ്ടി വരും. അതിനെന്ത് സഹായം വേണമെങ്കിലും ചെയ്യാമെന്ന് കണ്ണൻ നേരത്തെ പറഞ്ഞതാ. അതുപോലെ തന്നെ ദുർഗയും. ഇപ്പോ അതുമില്ലാതെയായി. ഈ സംഭവം കൂടി കഴിഞ്ഞതോടെ കണ്ണൻ ഇനി ഈ ഭാഗത്തോട്ട് തിരിഞ്ഞു നോക്കത്തില്ല. എല്ലാം നഷ്ടപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ പറഞ്ഞതാ 2 ദിവസം കൂടെ കഴിഞ്ഞിട്ട് വന്നാ മതിയെന്ന്. അപ്പൊ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ ഭയങ്കര ആകാംക്ഷ. ഇപ്പൊ അറിഞ്ഞല്ലോ, ഹാപ്പി ആയല്ലോ. അവളുടെ ഈ ചാട്ടം ഉണ്ടല്ലോ, എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. ഇനിയിപ്പോ അവക്കും കൂടെ ഞങ്ങൾ വച്ച് വിളമ്പണം. അല്ലാതെ അടുക്കളയിൽ കയറി ഒരു പാത്രം പോലും കഴുകത്തില്ല. ഒന്ന് ചുമ്മാതിരിക്കമേ. ശത്രുക്കൾ ഇങ്ങനെ പന പോലെ വളരുമ്പോ നമ്മൾ വീട്ടിനകത്ത് ഇങ്ങനെ തല്ലുകൂടിയാ അത് അവരെ സന്തോഷിപ്പിക്കത്തേ ഉള്ളൂ. അതമ്മ മറക്കണ്ട.